അപ്പോൾ എന്തായി? 20 രൂപ വാങ്ങിക്കുന്നത് നിർത്താൻ പോകുന്നു. എന്തുകൊണ്ട് നിർത്താൻ പോകുന്നു? ബിവറേജ് 20 രൂപ ഓരോ കുപ്പിയുടെ പേരിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് നിർത്താൻ പോകുന്നു. കാരണം ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നുപോയി. കാരണം ഒരുവിധം കുപ്പിയെങ്കിലും വാങ്ങിക്കുന്നവർ തിരിച്ചുകൊണ്ട് കൊടുക്കില്ല എന്ന് അവർ കരുതി. പക്ഷേ വാങ്ങിച്ചവർ എടുത്തുകൊണ്ട് കൊടുത്തില്ലെങ്കിലും സ്ഥിരം കാശില്ലാത്ത ചില കുടിയന്മാർക്ക് ഇത് അനുഗ്രഹമായി മാറി. അവർ അവിടെ കിടക്കുന്ന കുപ്പിയെല്ലാം പിറക്കി അവർ കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങിക്കുന്നു. നോക്കിയപ്പോൾ എല്ലാ കുപ്പിയും തിരിച്ചു വരുന്നു. പിന്നെ അത് എടുക്കാനും അത് സൂക്ഷിക്കാനും അതങ്ങോട്ട് മാറ്റി വയ്ക്കാനും അത് എണ്ണി തിട്ടപ്പെടുത്താനും ഒക്കെ പ്രത്യേകിച്ച് ആൾക്കാരെ വേണം. അപ്പോൾ അവർ വിചാരിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ കാശിങ്ങനെ വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതും ജോലിക്കാരെ കൂടുതൽ വയ്ക്കണം. അങ്ങനെ ആ പദ്ധതി നിർത്താൻ പോകുന്നത് ഞാൻ വാർത്തയിൽ കേട്ടു. എന്തായാലും ഇത് അധികം പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുണ്ടായ കണക്ക് തന്നെ സംഭവിച്ചു. ഇനിയും എന്തെങ്കിലും പരിഷ്കാരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയും ചിലപ്പോൾ വരും പരിഷ്കാരങ്ങൾ. കാശുള്ളവരെ പിഴിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പാവങ്ങളെ പിഴിയണം. ആ പാവങ്ങളെ പിഴിയേണ്ട പരിപാടി അത് തുടങ്ങി. പക്ഷേ എന്തു പറയാൻ, പാളിപ്പോയി. മലയാളത്തിൽ പറഞ്ഞാൽ മോശിപ്പോയി. അത് ആചകത്തോടെ കൊണ്ടുവന്നു. അത് നടത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യമുള്ളത് കൊണ്ട് സംഗതി നിർത്തലാക്കി. അപ്പോൾ ഇനി ആ ഒരു സംഭവം അവിടെ ഇല്ല. എന്നാൽ എല്ലാം ചില്ല് കുപ്പിയാക്കിയിട്ട് എല്ലാം വച്ച് നിർത്തിയെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അത് നല്ലതായി പോയേനെ. അതുമുതലുണ്ടാകുന്ന പൊല്യൂഷൻ കുറഞ്ഞേനെ. കഷ്ടം.